നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. എനിക്ക് തരാനെന്നും പറഞ്ഞ് ഇവള് പണം വാങ്ങിച്ചിട്ട് അതിന്റെ പേരിൽ എന്നോട് സ്വാതന്ത്ര്യം എടുക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. കുറച്ചുനാൾ മുമ്പ് എന്റെ കുറച്ച് കാശ് കൊണ്ട് തന്നിരുന്നു, അച്ഛനും അമ്മയും അറിയാതെ. അന്ന് ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ആ പണം ഇവള് വാങ്ങിച്ചെന്ന ശരത്ത് ഇപ്പൊ പറയുന്നേ. എനിക്ക് ഇവളുടെ മുറിയൊന്ന് പരിശോധിച്ചേ പറ്റൂ. ചെയ്യാത്ത കാര്യത്തിന് ആരുടെ മുന്നിൽ താഴാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് ഞാൻ സമ്മതിക്കത്തില്ല. എന്താ പരിശോധിച്ച? നിനക്ക് പേടിയുണ്ടോ? ഞാനെന്തിനാ പേടിക്കുന്നേ? എന്നാ പിന്നെ അങ്ങോട്ട് മാറി നിക്ക. ദേവികെ, നീ വാ. ഒന്ന് നിന്നേ. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പണം വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ല. നിന്റെ മുറി പരിശോധിച്ചേ പറ്റൂ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. മാറി നിക്കടി അങ്ങോട്ട്. പാർവതി, ആ ബെഡിന്റെ കീഴെ നോക്കിയേ. ഇത് പൂട്ടിയിരിക്കുവാണല്ലോ. എന്റെ താക്കോലോടോ? അറിയില്ല. അച്ഛാ, ചാവി. തുറക്ക്. അലമാര തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എടാ മനോഹര, ദേ ഇവള് പറയുന്നത് കേട്ട് നീ ചുമ്മാ നിത്യ സംശയിക്കരുത്. അമ്മ ഇങ്ങനെ ഇവളുടെ സൈഡൊന്നും പറയണ്ട. മാറി നിക്കടി. ഞാൻ തുറന്ന് കാണിക്കാം. വേണ്ട, നീ ഇങ്ങോട്ട് മാറി നിൽക്കാല്ലേ പറഞ്ഞു. മാറി നിൽക്കും. നീ തുറന്നേ. $25,500. ഇത് നീ വാങ്ങിച്ചാണോ? ആ, ഇതൊക്കെ എന്റെ സാധനങ്ങളാ. നിന്റെ എവിടുന്ന് എത്രയും പൈസ? അത് പിന്നെ ഞാൻ എന്റെ വഞ്ചി പൊട്ടിച്ചതാ. പാർവതി, നീ അലമാരി ഒന്ന് പരിശോധിച്ചേ. അവിടെ ഒരു വഞ്ചി. ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഞാൻ ഇതിനകത്ത് പണമൊന്നും ഒളിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. വല്ലവരുടെയും വാക്ക് കേട്ട് വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നടക്കുവാ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ, ഞാനും നോക്കട്ടെ. ഇതാണോ ശരത്ത് നിന്നെ ഏൽപ്പിച്ച പണം? ആണോന്ന് സത്യം പറയടി. ഈ പണം ദേവിക്ക് കൊടുക്കാൻ ശരത്ത് നിന്നെ ഏൽപ്പിച്ചതാണ്. എടേ, ദേവിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നീ ശരത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണോ? തോന്നിവാസം കാണിച്ചിട്ട് കള്ളം പറയുന്നോ? സത്യം പറ, എങ്ങനെ നിന്റെ ഈ പണം വന്നു? ഇത് ശരത്തേട്ടൻ തന്നത് തന്നെയാ. ഏട്ടത്തി വാങ്ങാത്തത് കൊണ്ട് ഞാനിത് തിരിച്ചു കൊടുക്കാൻ വെച്ചിരുന്നതാ. നീ എനിക്ക് കൊണ്ടുവന്ന് തന്നത് 1,00,000 രൂപ ആയിരുന്നല്ലോ. ഇപ്പൊ ഇതെങ്ങനെ 2,00,000 രൂപയായി? അത് ശരി. അപ്പൊ 2,00,000 രൂപ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 1,00,000 നിനക്ക് തരാൻ കൊണ്ടുവന്നു. ഇവളിത് വാങ്ങാതിരുന്നപ്പോ 2,00,000 രൂപ സ്വന്തമായിട്ടങ്ങ് എടുക്കാന്ന് കരുതി. ഒല്ലടി അസത്തെ. അപ്പൊ ഈ പണത്തിൽ നിന്നാണ് നീ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ? അതെ, അത് തന്നെയാ. അതിനിപ്പോ എന്താ? ശരത്ത് പണം തന്ന കാര്യം നീ ഞങ്ങളോട് പറയാൻ ഞാൻ എന്താ? ദേവിക്ക് കൊടുക്കാൻ ശരത്ത് 2,00,000 രൂപ തന്ന കാര്യം നീ ഞങ്ങളോടെന്താ പറയാൻ ഞാൻ? ദേവിക്ക് ആ പണം വാങ്ങിയെന്നല്ലേ അവൻ വിശ്വസിക്കൂ. അപ്പൊ നീ കാണിച്ച ചതിയല്ലേടി? ഇതിനിപ്പോ ഇത്രയ്ക്ക് പറയാനൊന്നുമില്ല. അവളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി കൊടുത്ത പണമല്ലേ? വേണ്ടെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അമ്മ ഉണ്ടായിരുന്നേ?
എന്ത് വേണമെന്ന് എനിക്കറിയാം. ഓ ഹലോ, എന്താ അച്ഛാ? ആ മോനെ ശരത്തെ, ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ വരണം. ശരി അച്ഛാ, ഞാനിപ്പോ എത്താം. ശരി. ഇനിയിപ്പോ ശരത്ത് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താ അച്ഛാ, എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? മോൻ കള്ളം പറയില്ല എന്ന് അച്ഛനറിയാം. അതുകൊണ്ട് കാര്യം നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചേക്കാം. ഞങ്ങളാരും അറിയാതെ ദേവിക്ക് കൊടുക്കാൻ 2 ലക്ഷം രൂപ നെത്തി ഏൽപ്പിച്ചിരുന്നു. മോനെന്താ മറുപടി പറയാതെ? മോൻ നെത്തിയുടെ പണം കൊടുത്തിരുന്നു. ആ, കൊടുത്തിരുന്നു. ശരത്തേട്ടാ, കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ മിണ്ടരുത്. ചോദിക്കുന്നവര് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്നിട്ടുള്ള മോനോട് എന്താ പറഞ്ഞു? ആ പണം ദേവിക വാങ്ങിച്ചെന്നോ ഇല്ലെന്നോ? ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സുധി ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് പണം ഞാൻ ഏട്ടത്തിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഏട്ടത്തി അത് വാങ്ങിയില്ല. എനിക്കത് വല്ലാത്ത വിഷമമുണ്ടാക്കി. അതുകൊണ്ടാ പണം ഞാൻ നിത്യ ഏൽപ്പിച്ചത്. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ അത് ഏട്ടത്തിക്ക് കൊടുക്കാനും പറഞ്ഞു. മോനെ, മോൻ നല്ല ഉദ്യോഗസ്ഥത്തോടു കൂടി തന്നെയാ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവളെന്താ ചെയ്തതെന്നറിയാം? മോൻ കൊടുത്ത പണം ദേവിക വാങ്ങിച്ചില്ല. ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞതുമില്ല. ദേവിക പണം വാങ്ങിയില്ലെങ്കിൽ ആ പണം മോന് തിരിച്ചു തരണ്ടേ? എല്ലാം രഹസ്യമാക്കി വെച്ചു. ആ പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ സ്വന്തമായിട്ട് ചെലവാക്കുകയും ചെയ്തു. ഇതൊക്കെ മോനോട് പറഞ്ഞിട്ടാണോ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ഞാൻ പിന്നെ ആ പണത്തെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഏട്ടത്തി വാങ്ങാത്തത് കൊണ്ടാ ഞാൻ ആ പണം സൂക്ഷിച്ചു വെച്ചത്. ഞാനത് ശരത്തേട്ടന് തിരിച്ചു കൊടുക്കാനിരിക്കുമായിരുന്നു. എന്നിട്ടാണോ നീ അതിൽ നിന്ന് പണം എടുത്ത് ചെലവാക്കിയേ? ആര് പറഞ്ഞു ആ പണം എടുത്ത് ചെലവാക്കാൻ? ശരത്ത് പറഞ്ഞോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ശരത്ത് എന്തിനാ വഴിയിൽ തടഞ്ഞു നിർത്തി ദേവികയോട് ഇക്കാര്യം ചോദിച്ചത്? തടഞ്ഞു നിർത്തിയെന്നോ? ആര്? ഞാനോ? ഏട്ടത്തി, നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം ഇങ്ങനെയാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞു. കൊള്ളാം.